അതാണ് ശ്രീ ജെയ്ക്സി തോമസ്, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ പ്രചാരണത്തിലൊക്കെ വന്നിരുന്നെങ്കിലും ഈ പറയുന്നത് പോലുള്ള ഈ ജനകീയ പ്രശ്നങ്ങൾ മേൽത്തട്ടിൽ ചർച്ചയായിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിലൊന്നും അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയവും മറ്റുമൊക്കെ ആയിരുന്നു. പെൻഷനൊക്കെ വിഷയമായിട്ട് വന്നെങ്കിലും വല്ലാത്ത ഒരുപാട് കാലത്തേക്ക് നീണ്ടാതിരിക്കാൻ LDF-ന് സാധിച്ചു, നീട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ LDF-ന് സാധിച്ചിരുന്നു. പക്ഷേ ഇതുപോലുള്ള ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെ അടിത്തട്ടിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം സകലമാന സംവിധാനങ്ങളും വന്ന് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് പോലും ആത്യന്തികമായിട്ട് സർക്കാരിനെതിരായിട്ടുള്ള അതൃപ്തി തന്നെയാണ് അവിടെ വന്നത്. അത് രണ്ട് ഭാഗത്തു നിന്ന് വന്നു. ആര്യാടൻ ഷൗക്കത്തിന് UDF-ൻ്റെ ഭാഗത്തു നിന്നും വന്നു, അൻവർ മുഖേനയും അത് ചാനലൈസ് ചെയ്യപ്പെട്ടു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റ് ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാലും നിലമ്പൂരിനകത്ത് സവിശേഷമായൊരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു സൂചനകൾ അവിടെ ഉണ്ട് എന്ന് കാണണ്ടേ ജയിക്ക്? അവസാന ഭാഗത്തേക്ക് വരാം. അത് തന്നെയാണ് ഏതാണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് UDF-ന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത്. അതിന് തൊട്ടു മുമ്പ് ഒരു 2 വാചകത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ നിലമ്പൂരിലെ മുൻ MLA തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്തിലെ ജാതി, മതം അങ്ങനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രതികരണം അതങ്ങേയറ്റം ബോധപൂർവമായ ഒരു ദുഷ്പ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അദ്ദേഹം തീരെ ചരിത്രബോധമില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ സത്യസന്ധമായും കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ചരിത്ര സംബന്ധമായ ഒരു ക്ലാസ് എടുക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ നിലമ്പൂരിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഒരു വിദ്യാർത്ഥി നേതാവായി നല്ല ചെറിയ പ്രായത്തിൽ, അങ്ങേക്കാളും എന്നേക്കാളും ഒക്കെ നല്ല ചെറിയ പ്രായത്തിൽ SFI പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേരിന്റെ പൂർണ്ണരൂപം എന്തായിരുന്നു? ഗസറ്റ് വിജ്ഞാപനം ചെയ്ത് വിദ്യാർത്ഥി പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഏവിധം എങ്ങനെ രൂപാന്തരം പ്രാപിച്ചു? സമയം കിട്ടുമ്പോൾ, പൂർവ്വകാലത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ പ്രസക്തമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. പക്ഷെ സമയം കിട്ടുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആഫീസിലിരിക്കുമ്പോൾ അത് പരിശോധിച്ച് നോക്കണം.